ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2012 പുറത്തിറങ്ങിയിട്ടുള്ള സ്നോ വൈറ്റ് ആൻഡ് ദ ഹൺസ്മാൻ എന്ന സിനിമയാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കിപ്പോൾ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു റാണിയെ കാണിക്കുന്നുണ്ട്. അവരൊരു കോട്ടയുടെ ഉള്ളിലേക്ക് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് മുഴുവനും ഒരുപാട് മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു മഞ്ഞിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ചെടി അവിടെ വളർന്നു നിൽക്കുന്നുണ്ട്. അതിലൊരു റോസ് അങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഇപ്പൊ റാണി ആ ഒരു പൂവിന്റെ അടുത്തേക്ക് ചെല്ലാണ്. അത് പറിക്കാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ചെടിയിൽ നിന്നും മുള്ളുകൊണ്ടിട്ട് ഇവരുടെ കൈ മുറിയാണ്. അതിൽ നിന്നും ഇപ്പോൾ ഒരു 3 തുള്ളി ബ്ലഡ് താഴേക്ക് വീഴുന്നുണ്ട്. ഇപ്പോൾ ഈ റാണി എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ഇവിടെയുള്ള ഈ ഒരു മഞ്ഞ് പോലെ ഭയങ്കര ഭംഗിയുള്ളതായിരിക്കണം. അവളുടെ കവിളുകൾ ഈ റോസ് പോലെ ചുമന്നിരിക്കണം. അതുപോലെ ഈ ഒരു മഞ്ഞുകാലത്തും ഇത്രയും സ്ട്രോങ് ആയി വളർന്നു നിൽക്കുന്ന ആ ഒരു ചെടി പോലെ അവളും വളരെ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ഒരു റാണി ആഗ്രഹിച്ചതുപോലെ അവർക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവാണ്. ഇവളാണ് നമ്മുടെ ഈ ഒരു സിനിമയിലെ നായിക. അവളുടെ പേര് സ്നോ വൈറ്റ് എന്നാണ്. അങ്ങനെ മെല്ലെ മെല്ലെ സ്നോ വൈറ്റ് ആ ഒരു നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ ഈ ഒരു ക്യൂട്ട്നെസ്സും അതുപോലെ തന്നെ ഇന്നസെൻസും ഒക്കെ കാരണം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിൻ ജനിച്ചിട്ട് അധികകാലം ആവുന്നതിന് മുന്നേ തന്നെ അവളുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ റാണി മരിച്ചതുകൊണ്ട് രാജാവും ഭയങ്കര ദുഃഖത്തിലായിരുന്നു. ഇങ്ങനെ ഡിപ്രഷനിലായിരിക്കുന്ന ഈ ഒരു രാജാവിനെ പറ്റി അറിഞ്ഞിട്ടുള്ള ഒരു ഡാർക്ക് ആർമി ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ എത്ര ഡിപ്രഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ രാജാവ് അവരുടെ ആ ഒരു വലിയ പട ഉപയോഗിച്ചിട്ട് ആ ഡാർക്ക് ആർമിയെ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ രാജാവ് ആ ഒരു ആർമിയെ തോൽപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ ഒരു ആർമിക്കാര് ഒരു ലേഡിയെ അവരുടെ അടിമയായിട്ട് പിടിച്ചത് നമ്മുടെ രാജാവ് കാണുന്നുണ്ട്. അവളെ രാജാവ് കണ്ട സമയത്ത് രാജാവിന് അവളെ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അവളുടെ ആ ഒരു സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് രാജാവ് ആ ഒരു ലേഡീനെ ഇവരുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് ഈ രാജ്യത്തിന്റെ അടുത്ത റാണിയാക്കി മാറ്റാണ്. അന്ന് നൈറ്റ് രാജാവും രാജ്ഞിയും കൂടിയിട്ട് ഇവരുടെ ബെഡ്റൂമിൽ അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ രാജ്ഞി ചോദിക്കുന്നുണ്ട്, നിന്റെ ആദ്യത്തെ ഭാര്യയെ പോലെ നീയും എന്നെ യൂസ് ചെയ്തിട്ട് കളയില്ല എന്ന് എന്താ ഉറപ്പ്? ഇവളുടെ ഈ ഒരു ടോക്ക് മാറുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് നല്ല രീതിയിൽ ടെൻഷൻ ആവാണ്. എന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ തന്നെ അവളൊരു കത്തി എടുത്തിട്ട് ഈ രാജാവിനെ അവിടെ വെച്ച് കുത്തിക്കൊല്ലാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടേക്ക് യുദ്ധത്തിന് വന്നിട്ടുള്ള ആ ഒരു ഡാർക്ക് ആർമി അവരിവളെ അടിമയാക്കി വെച്ചിരിക്കുകയല്ലായിരുന്നു. ആക്ച്വലി ഇവൾ അവരുടെ ലീഡർ ആയിട്ടുള്ള ഒരു വിച്ച് ആയിരുന്നു. രാജാവിനെ കൊന്നതിന് ശേഷം അവൾ പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്ന ഇവളെ വിളിച്ചിട്ട് അവരുടെ ആർമിയെ ഈ ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാണ്. ഇതേ സമയത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ എണീക്കുന്നുണ്ട്. അവളുടെ അച്ഛന്റെ ചേംബറിലേക്ക് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രാജാവ് അവിടെ മരിച്ചു കിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വിച്ച് അങ്ങോട്ടേക്ക് വരാണ്. അവളും പെട്ടെന്ന് അവിടുന്ന് ഓടി മാറുന്നുണ്ട്. പുറത്തുവന്ന് നോക്കുന്ന സമയത്ത് ആ ആർമി കോട്ടയിലേക്ക് വന്നിട്ട് ഈ കോട്ടയിലുണ്ടായിരുന്ന ആളുകളെ മുഴുവനും ഒരു ദയയില്ലാതെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന്റെ അച്ഛൻ അവനെ ഒരു കുതിരപ്പുറത്തേക്ക് കയറ്റിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ അവൻ നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട്. അവനിപ്പോ ഒരുപാട് വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിന് അങ്ങോട്ടേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിന്റെ മറ്റൊരു സോൾജർ അങ്ങോട്ടേക്ക് വന്ന് അവളെയും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവർ ഈ കോട്ടയ്ക്ക് പുറത്തേക്ക് കിടക്കാനായിട്ട് നിൽക്കുന്നതിന്റെ തൊട്ടു മുന്നേ തന്നെ കോട്ടയുടെ ഗേറ്റ് അടയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിന് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുന്നില്ല. പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഹീറോയിന്റെ ഫ്രണ്ട് ഇപ്പോൾ അവളെ ഒരുപാട് വിളിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ വിച്ചിന്റെ ബ്രദർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹീറോയിനെ അവിടുന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ വിച്ചിനെ കാണിക്കുകയാണ്. അവള് മിറർ പോലെയുള്ള എന്തോ ഒരു ഒബ്ജക്റ്റ് പുറത്തെടുക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ഇപ്പോൾ ഒരു രൂപം പുറത്തേക്ക് വരികയാണ്. ഈ രൂപത്തോട് ഒരുപാട് അഭിപ്രായങ്ങൾ വിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൾ ഓരോരോ ഡിസിഷൻ എടുക്കാറുള്ളത്. അവളിപ്പോ പുറത്തേക്ക് വന്നിട്ട് ആ കോട്ടയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൊന്നുകളയും പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിന് മാത്രം അവള് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യത്തിന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരു ടവറിലേക്ക് അവളെ കൊണ്ടുവന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വിച്ചിന്റെ ഭരണമാണ് ആ നാട്ടിൽ നടക്കുന്നത്. സോ ആ ഒരു നാടിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശം തന്നെയാണ്. എല്ലാ നല്ല കാര്യങ്ങളും ഇവളെ ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾ കടന്നു പോവാണ്. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വളർന്നിട്ട് വലിയൊരു പെൺകുട്ടിയായിട്ടുണ്ട്. അവൾ ഇപ്പോഴും ആ ഒരു ടവറിന്റെ ഉള്ളിൽ തന്നെ അടച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ രാജകുമാരെ അടച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സെല്ലിന് തൊട്ടു മുന്നിൽ മറ്റൊരു സെല്ലുണ്ടായിരുന്നു. ഒരു ദിവസം പടയാളികൾ അവിടേക്ക് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അടച്ചു വെക്കുകയാണ്. ആ പെൺകുട്ടിക്ക് നമ്മുടെ ഹീറോയിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് അത്ഭുതമാവും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജകുമാരി മരിച്ചുപോയെന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചിരുന്നത്. അവരെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു രാജാവിന്റെ മകള് അവൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് സന്തോഷമാവാണ്. ഇവളെപ്പോൾ തന്നെ ഈ നാട്ടിലുള്ള ഒരുപാട് പെൺകുട്ടികളെ ആ വിച്ച് ഇതുപോലെ തന്നെ തടവിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പെൺകുട്ടി നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു വിച്ചിനെയാണ് കാണിക്കുന്നത്. അവളുടെ അടുത്തേക്ക് 2 ആളുകളെ
സൈനികർ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടും അവന്റെ അച്ഛനും ഈ കോട്ടയിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നല്ലേ. ആ ഡ്യൂക്കിന്റെ ആളുകളായിരുന്നു അവര്. ഈ രാജ്യം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്യൂക്ക് ഒരു ആർമിയെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടിട്ടുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും. ആ ഒരു ആർമിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതിലുണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് കത്തിയെടുത്തിട്ട് ആ വിച്ചിനെ കുത്തുന്നുണ്ട്. അവളിപ്പോ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ ആ ഒരു കത്തി വലിച്ചു ഊരാണ്. ഇവൻ കത്തി അവളുടെ ശരീരത്തേക്ക് കുത്തി ഇറക്കിയിട്ടുണ്ടെങ്കിലും അവൾ മരിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവളൊരു വിച്ചാണല്ലോ. ദേഷ്യം വന്നിട്ടുള്ള റാണി അവൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ആ കുത്തിയാളെ കൊല്ലാണ്. ഇത് കണ്ട് പേടിച്ചു നിൽക്കുന്നുണ്ടായിരുന്ന മറ്റേയാളുടെ നേരെ റാണി ഇപ്പൊ തിരിയുന്നുണ്ട്. എന്നാൽ അയാളെ അവളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങള് നീ ഡ്യൂക്കിനോട് പോയി പറയണം എന്ന് പറഞ്ഞിട്ട് അയാളെ ഇപ്പോ കോട്ടയ്ക്ക് പുറത്തേക്ക് ഇറക്കി വിടാണ്. ഇയാളും കോട്ടയ്ക്ക് പുറത്തേക്ക് ജീവനം കൊണ്ട് ഇറങ്ങി ഓടുകയാണ്. അന്ന് രാത്രി ഈ റാണി കണ്ണാടിയുടെ മുന്നിൽ അങ്ങനെ പോയി നിൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവള് വയസ്സായി വരാണ്. സ്കിന്നെല്ലാം നല്ല രീതിയിൽ തന്നെ ചുളുങ്ങി വരുന്നുണ്ട്. ഇവരുടെ കോട്ടയിൽ ഒരുപാട് പെൺകുട്ടികളെ അങ്ങനെ പിടിച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതിലൊരു പെൺകുട്ടി ഇപ്പൊ അങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവരാണ്. ഇവളുടെ മന്ത്രശക്തികൾ ഉപയോഗിച്ചിട്ട് ആ പെൺകുട്ടിയുടെ ബ്യൂട്ടി ഇവളിലേക്ക് ആവാഹിച്ചെടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ഈ ഒരു വിച്ച് വളരെ യങ്ങായി മാറുന്നുണ്ട്. എന്നാൽ ആ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പടുകിഴവിയായി മാറുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് കൊട്ടാരത്തിനുള്ളിൽ ഒരുപാട് പെൺകുട്ടികളെ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെയൊക്കെ സൗന്ദര്യം വെച്ചിട്ടാണ് ഈ മന്ത്രവാദിനി ഇപ്പോഴും ഇങ്ങനെ യങ്ങായിട്ടിരിക്കുന്നത്. റാണി ഇപ്പൊ നേരെ ആ ഒരു മാന്ത്രിക കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. ഉടനെ തന്നെ ഈ കണ്ണാടി ഒരു രൂപമായി മാറുകയാണ്. വിച്ചു പറയുന്നുണ്ട്, എത്ര കാലമാണെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. എനിക്ക് പെർമനന്റ് ആയിട്ട് ഇതിനൊരു സൊല്യൂഷൻ വേണം. ഞാൻ എന്നും യങ്ങായിട്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു കണ്ണാടി രൂപം പറയുന്നുണ്ട്, നീ അടച്ചു വെച്ചിട്ടുള്ള ആ ഒരു സ്നോ വൈറ്റില്ലേ, അവള് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ ഹാർട്ട് നീ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് വേറൊരു സപ്പോർട്ടും ഇല്ലാതെ കാലാകാലം യങ്ങായിട്ടിരിക്കാൻ സാധിക്കും. ഇത് കേട്ട ഉടനെ തന്നെ റാണി അവളെ എവിടേക്ക് പിടിച്ചുകൊണ്ടുവരാനായിട്ട് ഓർഡർ ഇടാണ്. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളെ അടച്ചു വെച്ചിട്ടുള്ള ആ റൂമിന്റെ ജനലിൽ നിന്നും അവൾക്ക് വലിയൊരു ആണി കിട്ടുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ അതെടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ റൂമിലേക്ക് ആരോ വരുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബെഡിലേക്ക് കയറിയിട്ട് ഇവൾ ഉറങ്ങി പോലെ കിടക്കുന്നുണ്ട്. അവിടേക്ക് വന്നത് ആ വിച്ചിന്റെ ബ്രദർ ആയിരുന്നു. നിന്റെ ഹാർട്ട് അവർ കഴിക്കാൻ പോവാണ്, ഇന്നത്തോടെ നിന്റെ കഥ കഴിയുന്നൊക്കെ അവനിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. രക്ഷപ്പെടാനായിട്ട് ഈ ഒരു ചാൻസ് മാത്രമേ കിട്ടൂന്ന് മനസ്സിലാക്കി ഈ വിച്ചിന്റെ ബ്രദർ അടുത്ത് വന്നതും ആ ആണി ഉപയോഗിച്ചിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യാണ്. അതിനുശേഷം അവനെ ആ ഒരു സെല്ലിൽ അടച്ചിട്ടിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഇവള് പോകുന്നതിന്റെ ഇടയിൽ റാണി മുന്നേ ഡ്യൂക്കിന്റെ ആർമിയിലുള്ള ഒരാളെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവൻ ഹീറോയിൻ പുറത്തേക്ക് ഓടി വരുന്നത് കാണുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കനാൽ വഴി ചാടി ഒരു കുതിര എടുത്തിട്ട് അതിവേഗം അവിടുന്ന് പാഞ്ഞു പോവാണ്. എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള കാര്യം ആ ഒരു മന്ത്രവാദിനി അറിഞ്ഞിട്ടുണ്ട്. മന്ത്രവാദിനി നമ്മുടെ ഹീറോയെ പിടിക്കാനായിട്ട് ആളുകളെ പുറകെ തന്നെ അയച്ചിരിക്കുകയാണ്. ഹീറോയിനും നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. അവളുടെ പുറകില് മന്ത്രവാദിനിയുടെ പടയാളികൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ദൂരം പോയിട്ട് ഇവിടെ ഒരു ഡാർക്ക് ഫോറസ്റ്റിൽ എത്തുന്നുണ്ട്. അവിടെ ഒരു ചതുപ്പ് നില ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെ നമ്മുടെ ഹീറോയിന്റെ കുതിര നേരെ പോയി വീഴുന്നുണ്ട്. ഇങ്ങനെ ട്രാപ്പായി കിടക്കുന്ന കുതിരയെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഹീറോയിൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വിച്ചിന്റെ ആ ഒരു ആർമി എവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് വിച്ചിന്റെ ബ്രദർ തന്നെയാണ്. എന്നാൽ അവരുടെ കുതിരകളും ഈ ഒരു ചതുപ്പിൽ പെട്ടുപോവാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ഈ കാടിന്റെ ഉള്ളിലേക്ക് തന്നെ ഓടുന്നുണ്ട്. ഈ ഡാർക്ക് ഫോറസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വിച്ചിന്റെ ഒരു പവറുകളും വർക്ക് ചെയ്യില്ല. അത് മാത്രമല്ല, ഈ കാടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ ആ ഒരു ക്രീച്ചറുകൾ നമ്മൾ അറ്റാക്ക് ചെയ്യും. ഹീറോയിൻ പോകുന്ന സമയത്തും അവളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ പേടികളും അങ്ങനെയുള്ള ക്രീച്ചറുകളെല്ലാം ഇവളുടെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഹീറോയിൻ അവിടെ തളർന്നു വീണ് ഉറങ്ങി പോവാണ്. ഇതേ സമയത്ത് തന്നെ ആ വിച്ചിന്റെ ബ്രദറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നേരെ കൊട്ടാരത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതേപോലെ അവൾ ആ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഞങ്ങളെ കൊണ്ട് അവളെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബ്രദർ ഇപ്പോൾ വിച്ചിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടിപ്പോ വിച്ചിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരാണ്. നിനക്കറിയില്ലേ ആ ഒരു കാടിന്റെ ഉള്ളിൽ എന്റെ ശക്തിയൊന്നും വർക്ക് ചെയ്യില്ല എന്നുള്ളത്. അവളെ നിങ്ങൾ രക്ഷപ്പെടാൻ സമ്മതിക്കരുതായിരുന്നു. ഇനി ഒരേ ഒരു വഴിയുള്ളൂ. ആ ഒരു കാടിനെ പറ്റിയിട്ട് വളരെ നന്നായിട്ട് തന്നെ അറിയുന്ന ആരെങ്കിലും കണ്ടുപിടിക്കണം. എന്നിട്ട് അവനെ വെച്ച് നമ്മൾ അവളെ തെരഞ്ഞു കണ്ടുപിടിക്കും. അങ്ങനെ ഒരു ഐഡിയ നമ്മുടെ വിച്ചു പറയുന്നുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ട് അങ്ങനെ ഒരാളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തെരുവില് ഒരുപാട് ആളുകൾ ചേർന്നിട്ട് ഒരു കള്ളുകൂടിയനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഈ ബാറിൽ നിന്നും ഒരുപാട് കുടിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് പകരമായിട്ട് കൊടുക്കാൻ അവന്റെ കയ്യിൽ ഒരു നാണയത്തൊട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ചേർന്നിട്ട് ഇവനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ ഹീറോ. ഹീറോയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവനൊരു ഹണ്ടർ ആയിരുന്നു. ഭാര്യയുടെ കൂടെ ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഇവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇവന്റെ വൈഫ് പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് അവനിങ്ങനെ കുടിച്ച് തല്ലൊക്കെ ഉണ്ടാക്കി നടക്കുന്നത്. ഇവിടേക്ക് ആ ഒരു വിച്ചിന്റെ ബ്രദർ വരുന്നുണ്ട്. അവരിപ്പോ ഹീറോയെ അവിടെ നിന്ന് തൂക്കിയെടുത്തിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ടത് എന്നൊക്കെ ഹീറോയെ ഇപ്പോൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. വിച്ച് പറയാണ്, നീ ഒരു കാലത്ത് വളരെ മിടുക്കനായിട്ടുള്ള ഒരു ഹണ്ടർ ആയിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം.
എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. നിനക്ക് ആ ഒരു ഡാർക്ക് ഫോറസ്റ്റിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ അറിയില്ലേ? അവിടെ എനിക്ക് ആവശ്യമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. നീ അവിടെ പോയിട്ട് അവളെ തെരഞ്ഞു കണ്ടുപിടിക്കണം. അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് സ്വർണ്ണ നാണയങ്ങളും പോരാത്തതിന് നിന്റെ മരിച്ചുപോയ ഭാര്യയും ഞാൻ എന്റെ മന്ത്രവിദ്യയിലൂടെ തിരിച്ചു കൊണ്ടുതരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. മരിച്ചുപോയിട്ടുള്ള ഇവന്റെ വൈഫിനെ തിരിച്ചു തരാന്നുള്ള ഒറ്റ കാര്യം കേട്ട സമയത്ത് തന്നെ ഹീറോ ആ ഒരു ടാസ്ക് ഏറ്റെടുക്കുകയാണ്. അവൻ ഈ വിച്ചിന്റെ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് കാടിനുള്ളിലേക്ക് പോകുന്നുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹൈപ്പൊക്കെ തരാനും മറക്കണ്ട. അത് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്? അവൻ ഈ വിച്ചിന്റെ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് കാടിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചതുപ്പ് നിലത്ത് ഒരുപാട് കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. ആ കാൽപ്പാടുകൾ ഫോളോ ചെയ്തിട്ട് അവൻ അവസാനം ഹീറോയിനെ കണ്ടെത്തുക തന്നെ ചെയ്യാണ്. ഇവൾ ആരാണെന്നോ ഇവളെ എന്തിനാണ് വിച്ച് കൊണ്ടുവരാൻ പറഞ്ഞതെന്നോ അങ്ങനെയുള്ള ഒരു കാര്യം പോലും അറിയാതെയാണ് നമ്മുടെ ഹീറോ ഈ ഒരു ടാസ്കുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഹീറോയിന് ഇപ്പോൾ പറയാണ്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്നെ ആ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലരുത്. അവൾ എന്റെ യൗവനം എടുത്തിട്ട് എന്നെ കൊന്നു കളയാൻ വേണ്ടിയിട്ടാണ് ആ കൊട്ടാരത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായിട്ട് പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതിന് സമ്മതിക്കരുത്. നിങ്ങൾ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഹീറോയിനോട് പറയുന്നുണ്ട്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇവനതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഹീറോയ്ക്ക് കുറച്ച് മനസാക്ഷിയുള്ള ഒരു ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവള് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് വിച്ചിന്റെ ബ്രദറിനോട് ഹീറോ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അവൻ പറയാണ്, നിങ്ങൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇവളെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിന്റെ വൈഫിനെ നിനക്ക് കിട്ടുക. എന്താ അവളെ നിനക്ക് ഇപ്പൊ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാന്ന് ഇതുകൊണ്ട് തന്നെ മനസ്സിലാവുകയാണ്. അവനിപ്പോ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം എന്റെ വൈഫിനെ എനിക്ക് തിരിച്ചു അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇവളെ വിട്ടു തരുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വിച്ചിന്റെ ബ്രദറിനും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവൻ അവിടെ കിടന്നിട്ട് ഹീറോയെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയാണ്. ദേഷ്യം വന്നിട്ടുള്ള ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സോൾജേഴ്സിനെ മുഴുവനും അടിച്ച് സൈഡാക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. എന്നാലും ഈ ഒരു ഫൈറ്റുകൾക്കെല്ലാം ശേഷം നമ്മുടെ ഹീറോയിനെ കൃത്യമായിട്ട് തെരഞ്ഞു കണ്ടുപിടിക്കുകയാണ്. ഹീറോയിൻ ഇപ്പൊ പറയുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് എന്നെ അവിടേക്ക് കൊണ്ടുപോകല്ലേ. ഇവിടെ ഡ്യൂക്കിന്റെ ഒരു ആർമി ഉണ്ട്. അവിടേക്ക് നിങ്ങൾ എന്നെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഗോൾഡ് തരാം. നിങ്ങൾക്ക് ഇനി എന്തായാലും തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോകാനും സാധിക്കില്ലല്ലോ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ളത് ഹീറോയ്ക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഡീലിന് സമ്മതിക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് ഇപ്പോഴും ഹീറോയിൻ ഈ രാജ്യത്തിന്റെ രാജകുമാരിയുടെ മകളാന്നുള്ളത് അറിയില്ലായിരുന്നു. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂക്കിനെയാണ് കാണിക്കുന്നത്. ഈ ഒരു മന്ത്രവാദിനിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയിട്ടുള്ള ആ ഒരു സോൾജർ ഉണ്ടായിരുന്നില്ലേ, ഡ്യൂക്കിന്റെ സോൾജർ, അവനിപ്പോ ഡ്യൂക്കിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ അയാൾ ഡ്യൂക്കിനോട് പറയാണ്. ഇതേപോലെ ഹീറോയിൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടെന്നും അവൾ ആ ഒരു ടവറിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെന്നും അയാൾ ഡ്യൂക്കിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ പെട്ടെന്ന് തന്നെ ഹീറോയിനെ അന്വേഷിച്ചിട്ട് അവിടുന്ന് പുറപ്പെടുകയാണ്. ഇതേ സമയത്ത് ആ മന്ത്രവാദിയുടെ ബ്രദറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഹീറോയിനെ കണ്ടുപിടിക്കുന്നതിനായിട്ട് മറ്റൊരു ടീം ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടീമിലേക്ക് ഡ്യൂക്കിന്റെ മകൻ, അതായത് നമ്മുടെ ഹീറോയിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, അവനൊരു ആർച്ചറായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോഴും ആ ഒരു കാടിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഇപ്പൊ ഹീറോയിന് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടെക്നിക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിന്നെ ആരെങ്കിലും കുത്താൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നീ അത് ബ്ലോക്ക് ചെയ്യണം. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് നെഞ്ചിന്റെ ഈ ഒരു ഭാഗത്തേക്ക് പഞ്ച് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോയിനും അത് കൃത്യമായിട്ട് തന്നെ കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. കാടിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ വളരെ വലിയൊരു മോൺസ്റ്റർ ഉണ്ട്. അവൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി ഓരോ അടിയും വെക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇവർ പോകുന്ന വഴിക്ക് തന്നെ ആ ഒരു മോൺസ്റ്റർ ഉണ്ടായിരുന്നു. അതിപ്പോ പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ചാടി വീഴാണ്. ആ മോൺസ്റ്റർ ഇപ്പോൾ അതിഭീകരമായിട്ട് തന്നെ നമ്മുടെ ഹീറോയിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്നാൽ ഹീറോയിനൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ അവിടുന്ന് ആ മോൺസ്റ്ററിനെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഇവന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ മോൺസ്റ്റർ വളരെ നിസ്സാരമായിട്ട് തന്നെ നമ്മുടെ ഹീറോയെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം അവനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോയിൻ ഉറക്ക ശബ്ദം ഉണ്ടാക്കുകയാണ്. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ മോൺസ്റ്റർ അവളുടെ നേരെ തിരിയുന്നുണ്ട്. എന്നാൽ ഇവളെ കണ്ട സമയത്ത് തന്നെ മോൺസ്റ്ററിന്റെ മൈൻഡ് മാറുന്നുണ്ട്. കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നിട്ട് അത് കാട്ടിലേക്ക് ഓടിപ്പോവാണ്. എന്തുകൊണ്ടാണ് അതിങ്ങനെ ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും രണ്ടുപേർക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ മുന്നോട്ടേക്ക് തന്നെ നടക്കുകയാണ്. അങ്ങനെ ഇവർ പോകുന്നതിന്റെ ഇടയിൽ ഒരു ലേഡിയെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അവരോട് ഹെൽപ്പ് ചോദിച്ചതും ആ ഒരു ലേഡിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെയും കൂട്ടിയിട്ട് അവരുടെ വില്ലേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടുന്ന് അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുക്കുകയാണ്. ആ ലേഡിക്ക് നമ്മുടെ ഹീറോയിൻ ആരാന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയായിരുന്നു. അവരിപ്പോ ഹീറോയോട് നമ്മുടെ ഹീറോയിൻ ആരാണ്, ആ മന്ത്രവാദിനി ചെറുപ്പം മുതലേ അവളെ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയും ഇവള് യാത്ര ചെയ്യുന്നതിലും നല്ലത് അവൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഹീറോ അവളെ ഈ ഒരു ഗ്രാമത്തിൽ തന്നെ വിട്ടിട്ട് ഹീറോയിനോട് പറയാതെ അവിടുന്ന് പോവുകയാണ്. എന്നാൽ അന്ന് തന്നെ ഹീറോയിൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം വിച്ചിന്റെ ബ്രദറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അവനിപ്പോൾ ഈ ഒരു ഗ്രാമം അറ്റാക്ക് ചെയ്യുകയാണ്. ആ ഗ്രാമത്തിലുണ്ടായിരുന്ന കുടിലുകൾ മുഴുവനും ഇവരുടെ ഈ ഒരു സംഘം കത്തിച്ചു കളയുന്നുണ്ട്. ഹീറോ കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഈ ഒരു പുകയും തീയൊക്കെ കാണുകയാണ്. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് അവനിപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. വന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവനും ഇവർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇപ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിനെ തെരഞ്ഞ് കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു വില്ലേജിൽ നിന്നും അവളെ സേഫായിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ്. ആ ഒരു രാത്രി മുഴുവനും ഇവർ ഒട്ടും റെസ്റ്റ് എടുക്കാതെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നേരം വെളുത്തതും വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ ഇരിക്കുകയാണ്. എന്നാൽ അവർ ചെന്നിരുന്നത് ഒരു ട്രാപ്പിലായിരുന്നു. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് രണ്ടുപേരും മരത്തിന്റെ മുകളിൽ അങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പൊക്കം കുറഞ്ഞ മനുഷ്യർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവർ വന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയെ ഇവർക്ക് മുന്നേ തന്നെ അറിയായിരുന്നു. അവർക്ക് അവനോട് എന്തോ ഒരു പകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇവരുടെ കൂട്ടത്തിൽ ഭാവിയെല്ലാം പ്രവചിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അയാൾ ഹീറോയിനെ കണ്ടതും ഷോക്കാവാണ്. ഇവള് കാരണമാണ് ആ മന്ത്രവാദിനിയുടെ കയ്യിൽ നിന്നും നമ്മുടെ രാജ്യം രക്ഷപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരും ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ആ ഒരു ടാപ്പിൽ നിന്നും അവരെ അഴിച്ചുവിടുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തേക്കും നമ്മുടെ വിച്ചിന്റെ ബ്രദറും അവന്റെ ടീമും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഹീറോയും ഈ ഒരു കുട്ടി മനുഷ്യരും ചേർന്നിട്ട് വിച്ചിന്റെ ബ്രദറുമായിട്ട് നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ചെറിയ മനുഷ്യര് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോയും ഹീറോയിനെയും കൂട്ടിക്കൊണ്ടുപോവാണ്. അന്ന് രാത്രി ഈ കുട്ടി മനുഷ്യരുടെ ഗോത്രത്തിന്റെ മാസ്റ്റർ നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാലിപ്പോ ഈ ഒരു വിച്ച് ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം ഞങ്ങളുടെ എല്ലാം കാര്യം വളരെ കഷ്ടത്തിലാണ്. ആ വിച്ചിനെ പറ്റിയിട്ട് നിനക്ക് അറിയോ എന്ന് പറഞ്ഞിട്ട് ആ വിച്ചിന്റെ ഫ്ലാഷ് ബാക്ക് ഇപ്പോ ഹീറോയിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ സ്നോ വൈറ്റിന്റെ അച്ഛൻ ഈ ഒരു നാട് ഭരിക്കുന്ന സമയത്ത് ഈ മന്ത്രവാദിനിയുടെ ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ട്. ആ ഗ്രാമം രാജാവ് അറ്റാക്ക് ചെയ്യാണ്. മരിക്കുന്നതിന് തൊട്ടു മുന്നേ നമ്മുടെ ഈ മന്ത്രവാദിയുടെ അമ്മ അവൾക്ക് ഒരു വരം കൊടുക്കുകയാണ്. അതായത് മറ്റുള്ള പെൺകുട്ടികളുടെ യൗവനം ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഒരുപാട് കാലം ഇമ്മോർട്ടലായിട്ട് ജീവിക്കാം. നിന്നേക്കാൾ സുന്ദരിയും അതുപോലെ തന്നെ ഇന്നസെന്റുമായിട്ടുള്ള ഒരു പെൺകുട്ടി അവൾക്ക് മാത്രമേ നിന്നെ കൊല്ലാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ ഒരു വരമാണ് വിച്ചിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് അവൾ ഇപ്പോഴും അവളുടെ ആ ഒരു യൗവനം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ഹീറോയിൻ ഇപ്പോ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോൾ ഇവളുടെ ജയിലിലേക്ക് പറന്നു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രാവ് അതിപ്പോ ഇവളുടെ തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്. ഹീറോയിൻ നോക്കിയതും അത് അവിടുന്ന് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹീറോയിൻ ഇപ്പോ അതിന്റെ പുറകെ തന്നെ മെല്ലെ നടന്നു പോവാണ്. ഹീറോയും അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കി എല്ലാവരും തന്നെ ഹീറോയിൻ പോകുന്നതിന്റെ പുറകെ തന്നെ മെല്ലെ മെല്ലെ പോകുന്നുണ്ട്. ഇവള് ചെന്നത് ഒരു അരുവിയുടെ തീരത്തേക്കായിരുന്നു. അവിടെ നോക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുള്ള വലിയൊരു മാൻ അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഹീറോയിൻ ഇപ്പോ മെല്ലെ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു അമ്പ് പാഞ്ഞു വന്നിട്ട് ആ ഒരു മാനിന്റെ മേത്ത് തറഞ്ഞു കയറാണ്. അത് വിച്ചിന്റെ ബ്രദറും അവരുടെ ആ ഒരു ടീമുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ ആ ഒരു കുട്ടി മനുഷ്യന്റെ അടുത്ത് ഹീറോയിനെ സേഫായിട്ട് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടോ എന്ന് പറഞ്ഞയച്ചിട്ട് വിച്ചിന്റെ ബ്രദറുമായിട്ട് അവിടുന്ന് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാണ്. ഈ ഫൈറ്റിനിടയിൽ വിച്ചിന്റെ ബ്രദറിനെ പിടിച്ചിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് അടിക്കുകയാണ്. ഇവനിവിടെ വേദനിക്കുന്ന സമയത്ത് കൊട്ടാരത്തിലുണ്ടായിരുന്ന വിച്ചിനും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു കുട്ടി മനുഷ്യൻ നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇവരുടെ പുറകെ തന്നെ കുതിരപ്പുറത്ത് ഒരാൾ പാഞ്ഞു വരുന്നുണ്ട്. അവൻ ഹീറോയിനെ ടച്ച് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു കുട്ടി മനുഷ്യൻ അവനെ കുതിരപ്പുറത്ത് നിന്ന് വലിച്ച് നിലത്തേക്ക് ഇടാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ആയിരുന്നു അത്. ഇവനും ഇതുപോലെ ഞാൻ നിന്റെ ഫ്രണ്ടാണ്, നിന്നെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഇവരുടെ കൂടെ ചേർന്നതെന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ടിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയിനും അവളുടെ ഫ്രണ്ട് കൂടിയിട്ട് മീറ്റ് ചെയ്യാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് വിച്ചിന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരു ആർച്ചർ ഹീറോയിന് നേരെ അമ്പയക്കാണ്. ഇത് കണ്ടിട്ടുള്ള ആ ഒരു കുട്ടി മനുഷ്യൻ ഹീറോയിൻ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുന്നിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. ഹീറോയിന്റെ ഫ്രണ്ടും ഒരു ആർച്ചർ ആണല്ലോ. അവനിപ്പോ ഷൂട്ട് ചെയ്തിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ആർച്ചറിനെ കൊന്നു കളയാണ്. ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുട്ടി മനുഷ്യൻ മരിച്ചതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അന്ന് രാത്രി മുഴുവനും എല്ലാവരും ഇവരുടെ ഈ ഒരു ഗ്രാമത്തിലാണ് അന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹീറോയിന്റെ ഫ്രണ്ട് അവളെ വിളിച്ചുണർത്തിയിട്ട് ആ ഒരു കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇവർ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ദൂരം നടക്കുന്നുണ്ട്. അതിനിടയിൽ ഹീറോയിന്റെ ഫ്രണ്ട് അവൾക്ക് കഴിക്കാനായിട്ട് ഒരു ആപ്പിൾ കൊടുക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ എണീറ്റ് നോക്കുന്ന സമയത്ത് അടുത്ത് ഹീറോയിൻ ഉണ്ടായിരുന്നില്ല. അവൾ എവിടേക്കാ പോയെന്ന് വിചാരിച്ചിട്ട് അവൻ ചുറ്റും നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ ഫ്രണ്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ രണ്ടാളും കൂടിയിട്ട് ഹീറോയിനെ തെരഞ്ഞ കാട്ടിലേക്ക് വരികയാണ്. വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ കൂടെ അവളുടെ ഫ്രണ്ടിന്റെ വേഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് മറ്റാരും ആയിരുന്നില്ല, ഈ ഒരു വിച്ച് തന്നെയായിരുന്നു. അവൾ ഹീറോയിനെ മയക്കി കിടത്തിയിട്ട് അവളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഷോക്കായി പോയിട്ടുള്ള ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ വെപ്പൺ വെച്ചിട്ട് ആ ഒരു വിച്ചിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ഈ വിച്ച് ഒരുപാട് കാക്കകളായിട്ട് മാറിയിട്ട് അവിടുന്ന് പറന്നു പോകുന്നുണ്ട്. എന്നാൽ പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇവളിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. ഹീറോയും ഫ്രണ്ടും വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ അനങ്ങാതെ അവിടെ കിടക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. ഇവർ നടക്കാൻ വന്ന സമയത്ത് ആ ഒരു വിച്ചാണ് ഇവൾക്ക് ഈ ആപ്പിൾ കൊടുത്തത്. ഹീറോയിൻ ഈ ആപ്പിളിൽ നിന്നും ഒരു ബൈറ്റ് എടുത്ത സമയത്താണ് നിലത്തേക്ക് വീണത്. അങ്ങനെ നമ്മുടെ സ്നോ വൈറ്റ് മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് തന്നെ സങ്കടപ്പെടുന്നുണ്ട്. ഹീറോയിന്റെ ശരീരം നേരെ ഡ്യൂക്കിന്റെ ആ ഒരു കോട്ടയിലേക്ക് എടുത്തിട്ട് വരികയാണ്. ഹീറോ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എന്റെ ഭാര്യ മരിച്ച സമയത്തും എനിക്ക് ഇതുപോലെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ഒരുപാട് കരയുന്നുണ്ട്. അതിനുശേഷം അവളെ ഒന്ന് കിസ് ചെയ്തിട്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇവനിങ്ങനെ കിസ് ചെയ്തതും ഹീറോയിന്റെ കണ്ണിൽ നിന്നും
മെല്ലെ കണ്ണീര് ഒലിച്ചിറങ്ങുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവൾ കണ്ണുകൾ തുറക്കുകയാണ്. അവളിപ്പോൾ മെല്ലെ നടന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മുഴുവനും നമ്മുടെ ഹീറോയിൻ മരിച്ചിട്ടില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാണ്. എല്ലാവരും തന്നെ നമ്മുടെ ഹീറോയിന്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ആർമിയെ മുഴുവനും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ വിച്ചിനെതിരെ അവൾ അവിടെ വെച്ചിട്ട് തന്നെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതേ സമയത്ത് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാവരും ഹീറോയിന്റെ മുന്നിൽ നീൽ ഡൗൺ ചെയ്യുന്നുണ്ട്. അവളെ ഒരു റാണിയായിട്ട് എല്ലാവരും അംഗീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഡ്യൂക്കിന്റെ ആർമിയുമായിട്ട് വിച്ചിന്റെ ഡാർക്ക് ആർമിക്കെതിരെ യുദ്ധം ചെയ്യാൻ നമ്മുടെ ഹീറോയിൻ പോകുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. ഹീറോയിന്റെയും വിച്ചിന്റെയും പടയാളികൾ തമ്മിൽ ഭയങ്കരമായിട്ട് തന്നെ യുദ്ധം ചെയ്യുന്നുണ്ട്. ആ ഒരു ഡാർക്ക് ആർമിയെ നമ്മുടെ ഡ്യൂക്കിന്റെ ആർമി അതിഭീകരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തോൽപ്പിക്കുകയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ വിച്ചിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോട്ടയ്ക്കുള്ളിലേക്ക് പോകുന്നുണ്ട്. പുറകെ തന്നെ ഹീറോയും മറ്റു ചില പടയാളികളും വരികയാണ്. എന്നാൽ ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ വിച്ച് ഒരു കെണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ എനർജികൾ മുഴുവനും ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ഈവിൾ ആർമിയെ അവൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിപ്പോ ഹീറോയോടും ടീമിനോടും അവിടുന്ന് യുദ്ധം ചെയ്യാണ്. ഈ ഒരു സമയത്തേക്കും ഹീറോയിൻ വിച്ചിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവര് രണ്ടുപേരും അവിടുന്ന് അതിഭീകരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാണ്. വിച്ചിന് ഒരുപാട് പവറുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഹീറോയിന് അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വിച്ച് അവളുടെ ഡാർക്ക് എനർജികൾ ഉപയോഗിച്ചിട്ട് ഹീറോയിനെ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവളെ നിലത്തേക്ക് തള്ളിയിട്ടിട്ട് ആ കത്തി വെച്ച് ഹീറോയിന്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഡാർക്ക് ഫോറസ്റ്റിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയിന് ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ ഹീറോയിൻ ഇപ്പോൾ വിച്ചിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ മറ്റേ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് ഹീറോ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് ഈ ഒരു വിച്ചിനെ കുത്താണ്. വിച്ചിന്റെ ശരീരത്തിൽ നിന്നും ഒരു 3 തുള്ളി രക്തം ഹീറോയിന്റെ മേത്തേക്ക് വീഴുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആ ഒരു ഡാർക്ക് ആർമി അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മറഞ്ഞു പോവുകയാണ്. ഒരുപാട് വീക്കായിട്ടുള്ള വിച്ച് ഇപ്പൊ നേരെ അവളുടെ ആ ഒരു കണ്ണാടിക്ക് മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൾ ഒരുപാട് വയസ്സായിട്ട് അവിടെ വെച്ചിട്ട് തന്നെ മരിച്ചു പോവാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ സോൾവ് ആയിരിക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആളുകളെല്ലാം ചേർന്നിട്ട് നമ്മുടെ ഹീറോയിനെ അവരുടെ റാണിയാക്കി മാറ്റുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ നമ്മുടെ ഹീറോയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. ഈ ഒരു സീനെ കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.